Hello peoples, welcome back to Stretford Signal. Chelsea versus Manchester United match preview. ലേറ്റസ്റ്റ് റിപ്പോർട്ട് കേൾക്കുന്നത് ഈവൻ ലെനി യോറോ ഈസ് ഇഞ്ചേർഡ്, ഈ സീസൺ മുഴുവൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രയും നിരാശപ്പെടുത്തുന്ന കുറച്ച് ന്യൂസുകൾക്കിടയിൽ വരാൻ പോകുന്ന മാച്ചാണ് അഗെയിൻസ്റ്റ് ചെൽസി. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ കോമെൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ടു ചാനൽ സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ചെൽസിനെ കുറിച്ചിട്ടുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് മാനേജേഴ്സിനെ കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടാക്ടിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും, എങ്ങനെ നമുക്ക് ചെൽസിക്കെതിരെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് ചെറിയൊരു പോർഷൻ. അതിൻ്റെ കൂടെ എൻ്റെ എക്സ് ഫാക്ടറായിട്ട് കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാണ്, പിന്നെ എൻ്റെ സ്കോർ പ്രഡിക്ഷൻ. ഇത്രയും സംഭവങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെൽസിക്കെതിരെ നമുക്ക് എങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ളത്. ദ ഏജിങ് മാൻ റൊസിനിയർ, ലിയാം റൊസിനിയറിൻ്റെ ചെൽസിയും ദ വൈബ് മാൻ കാരിക്, മൈക്കൽ കാരിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തമ്മിലാണ് മത്സരം. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് മത്സരം, രാത്രിയാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കുറച്ച് ഫാക്ട്സ് പറയുകയാണ്, രണ്ട് ഫാക്ട്സ് ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് എന്നെ നിരാശപ്പെടുത്തുന്നൊരു ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 12 മത്സരങ്ങളിൽ എഗെയിൻസ്റ്റ് യുണൈറ്റഡ് അറ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ചെൽസി ഒരു തോൽവി മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. ചെൽസിക്ക് ഒരു തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചെൽസി ഹാവ് അഡ്വാൻറ്റേജ്. അതിൻ്റെ കൂടെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ടീമും ഒരു നെഗറ്റീവ് ഫേസിലാണ്, ഒരു ഡിഫിക്കൽട്ട് ഫേസിലാണ്. അതിൽ തന്നെ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മത്സരത്തിൽ ഒരു ഗോൾ പോലും ഹോം ഗ്രൗണ്ടിൽ അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിരാശ അവർക്കുണ്ട്. പിന്നെ അവരുടെ ഫാൻസും പ്ലേയേഴ്സും ഒക്കെ ഈ ലിയാം റൊസിനിയറിന് അഗെയിൻസ്റ്റാണ്. പൊതുവേ ഇയാളെന്ന് ആർക്കും വലിയ റെസ്പെക്റ്റും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ഈ റൊസിനിയറിന് വലിയ കാര്യമില്ല അവിടുത്തെ ആൾക്കാർക്കൊന്നും. കാരിക്കിന് ഇനീഷ്യൽ ഫേസിലുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരു ഓറ, ഒരു ഫാൻ സപ്പോർട്ടൊന്നും ഇപ്പോൾ ഇല്ല, കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത് പണ്ട് മുതലേ പറയുന്നതാണ്, കാരിക്കിൻ്റെ സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇൻ ദ സെൻസ് ഈ പ്ലേയേഴ്സിനെ കൊണ്ട് നടക്കില്ല. ഫിറ്റ്നസ് ഒക്കെ താഴെ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ട്രെയിനിങ് ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കളിയിലോട്ട് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാവണം. പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ ലീഡ്സിനായിട്ട് 1-2 ഓൾഡ് ട്രാഫോർഡിൽ തോറ്റ കാരണം. പിന്നെ രണ്ട് ടീമിനും ഈ കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എസ്പെഷ്യലി കാരണം UCL ഫുട്ബോൾ നെക്സ്റ്റ് സീസണിൽ കളിക്കാൻ ഈ കളി നിർണായകമാവും എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ടേബിളോട്ട് പോയി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നിൽക്കുന്നത് 3ാമതാണ്, ചെൽസി ഉള്ളത് 6ാമതാണ്. രണ്ട് ടീമിൻ്റെയും പോയിൻറ്റ്സ് ഡിഫറൻസ് 7 പോയിൻറ്റ്സ് ആണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ചെൽസിക്ക് കളിയിൽ വിജയം കിട്ടിക്കഴിഞ്ഞാൽ ആ 7 എന്നുള്ളത് വെറും 4 പോയിൻറ്റ്സ് ആയിട്ട് ചുരുങ്ങും. പ്രഷർ ഈസ് ഓൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നേരെ മറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് വി സ്റ്റിൽ ഹാവ് ഹോപ്സ് ഫോർ UCL. ഒരു ടോപ്പ് 4 ഫിനിഷ് നമ്മളുണ്ട്. അപ്പോൾ ഈ കളിയിൽ റിസൾട്ട് രണ്ട് ടീമിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ഈ കളിയിൽ ആർക്കാണ് വിജയം, ആർക്കാണ് തോൽവി, എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളത്. ഇനി ചെൽസിയുടെ കാര്യം. ഈ ചെൽസി ഉപയോഗിക്കുന്ന സിസ്റ്റം പറഞ്ഞാൽ ഒരു 4-2-3-1 സിസ്റ്റമാണ്. അതിൽ തന്നെ ഇവരുടെ 2 ഫുൾ ബാക്സും അറ്റാക്കിംഗ് ഫേസിലോട്ട് പോയി അറ്റാക്കിംഗ് ഫേസിൽ ഓവർലോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലിയാം റൊസിനിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവരുടെ പ്രസ്സിങ് ഇൻറ്റൻസ് പ്രസ്സിംഗ് ആയിരിക്കും, അഗ്രസീവ് പ്രസ്സിംഗ് ആയിരിക്കും, മാൻ ടു മാൻ മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് കളിക്കുന്നത് ചെൽസിക്കെതിരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ ബോൾ വിൻ ചെയ്തിട്ട് ഗോൾ അടിക്കാൻ നോക്കുന്ന ടീമാണ്. അപ്പോൾ ഐ വുഡ് സേ ലാമൻസിനുള്ള ഈസി പണി ഇതിൽ ലോങ് ഇടുക, എന്നിട്ട് നമ്മൾ ഏരിയൽ ബാറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് ജയിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ടാക്ടിക്കലി നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നൊരു ഏരിയ. അതിൻ്റെ കൂടെ തന്നെ ചെൽസിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചെൽസിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നാണ് അവർക്കെതിരെയുള്ള കൗണ്ടർ അറ്റാക്സ്. കഴിഞ്ഞ പല മത്സരങ്ങളും എടുത്തു കഴിഞ്ഞാൽ ചെൽസിക്കെതിരെ കൗണ്ടർ അറ്റാക്കിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം സെറ്റ് പീസാണ്. ഒപ്പോണൻറ്റ് ടീം സെറ്റ് പീസ് എടുക്കുന്നത് ചെൽസിക്ക് ഇഷ്ടമല്ല. കാരണം ചെൽസി ആർ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ടീംസ് സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യാൻ. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 4 മത്സരങ്ങളായിട്ട് വളരെ സ്ലോ സ്റ്റാർട്ടാണ് എല്ലാ മത്സരങ്ങളിലും. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ഇമ്മീഡിയറ്റ് സ്ട്രോങ് സ്റ്റാർട്ട് തന്നെ ഈ ഗെയിമിന് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് മിനിറ്റ് മുതൽ നമ്മൾ ഓടി കളിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ടാക്ടിക്കലി ഇൻ്റലിജൻ്റ് ആവേണ്ടി വരും. പിച്ചിൽ കാരിക്ക് കുറച്ചുകൂടി ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എൻ്റെ കാഴ്ചപ്പാടിൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കളിയിൽ ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ദ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ക്രൗഡ് വിൽ ബി ഇൻ എ നെഗറ്റീവ് മൂഡ് എഗെയിൻസ്റ്റ് റൊസിനിയർ. അതിനുശേഷം ചെൽസി കൊളാപ്സ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഫസ്റ്റ് ഗോൾ അടിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മളൊരു കൗണ്ടർ അറ്റാക്കിംഗ് FC ആണ്, ഒരു വൈബ് ടീമാണ്. നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങിൽ രാജാക്കന്മാരാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ സെൻറ്റർ ബാക്കുകളാണ്. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സെൻറ്റർ ബാക്ക് ഇല്ല ഈ ഗെയിമിൽ എന്നുള്ളതാണ് എന്നെ തലവേദന പിടിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഭവം. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു, ലെനി യോറോയും ഫിറ്റ് അല്ല, കോബി മേനും മിഡ്ഫീൽഡിൽ വരുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു ഒരു പോസിറ്റീവ് ഫീലിംഗ് തരുന്നൊരു സംഭവമാണ്. എസ്പെഷ്യലി ഉഗാർത്തെ ഒന്നും ഐ ഡോണ്ട് വോണ്ട് ടു സീ ഉഗാർത്തെ ഈ മാച്ചിൽ, എസ്പെഷ്യലി എഗെയിൻസ്റ്റ് കസൈഡോ, എൻസോ ആൻഡ് കോൾ പാമർ. ഉഗാർത്തേക്ക് കളിച്ചു കഴിഞ്ഞാൽ എന്തായി തീരുന്നുള്ളത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു സംഭവം മാൻ യുണൈറ്റഡിൻ്റെ ഫോർമേഷനാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു 4-2-3-1 ഫോർമേഷൻ ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ യുണൈറ്റഡ് ചെയ്യേണ്ട ഒരു സംഭവം ഒരു 4-4-2 ഫോർമേഷനാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ടാക്ടിക്കൽ ബോർഡിൽ കാണിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ ടാക്ടിക്കൽ ബോർഡ്. ഇവിടെ ചെൽസി നമുക്കറിയാം അവരുടെ മിഡ്ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് മാഞ്ചസ്റ്റർ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 4-2-3-1 ഫോർമേഷൻ മാറ്റി നമ്മൾ വി ഹാവ് ടു പ്ലേ എ 4-4-2 ഫോർമേഷൻ. സോ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ ആയിരിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കേണ്ടത് എഗെയിൻസ്റ്റ് ചെൽസി. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ നമുക്കറിയാം ചെൽസി അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നൊരു ടീമാണ്. അവരുടെ ഫുൾ ബാക്സ് എല്ലാവരും അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന ഫുൾ ബാക്സ് ആണ്. ലിയാം റോസ്നിയറിൻ്റെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ടാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റപ്പിലായിരിക്കും ചെൽസി നമ്മൾക്കെതിരെ പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഹൈലൈൻ കളിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു, കാരണം നമുക്കറിയാം ഇവരുടെ നമ്പർ 6 ആയിട്ടുള്ള കസൈഡോ, എൻസോ ആൻഡ് പാമർ, ഇവർ 3 പേരും സത്യം പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വളരെ അത്ലറ്റിക് ആയിട്ട് ബോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സാണ്. ഇവിടെ നമ്മൾ ഈ ഒരു നമ്പർ 6നെയും ഒരു നമ്പർ 8നെയും വെച്ച് നമ്മൾ ഇവിടെ പൂട്ടാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ ഈവൻ ദോ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് 2 ടീമിനും ഇല്ലെങ്കിലും മിഡ്ഫീൽഡിൽ ഒരു കമാൻഡിങ് പ്രസൻസ് കാണിക്കാൻ ചെൽസിക്ക് പറ്റും. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു 4-4-2 ഫോർമേഷൻ തന്നെയാണ്. പക്ഷേ വാട്ട് ഐ വുഡ് വോണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഡയമണ്ട് ഫോർമേഷൻ, അതായത് ഒരു ഡയമണ്ട് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കേണ്ടി വരും. സോ ബേസിക്കലി ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യേണ്ടി വരും. ഈവൻ ദോ 2 ഫുൾ ബാക്സും ഇവരുടെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇഫ് വി ഡു ദിസ് കൈൻഡ് ഓഫ് എ മിഡ്ഫീൽഡ്, അതായത് ഒരു 4-4-2 ഒരു ഡയമണ്ട് ഷേപ്പ് മിഡ്ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ആ മിഡ്ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെൽസിയുടെ മിഡ്ഫീൽഡിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റും. ഈവൻ ദോ നമ്മൾ അറ്റാക്കിംഗ് ഫേസിൽ കുറച്ചും കൂടിയും ഔട്ട്പുട്ട് കുറവായിരിക്കുമെങ്കിലും നമുക്ക് ഗോൾ കൺസിഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യായിരിക്കും നല്ലതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചെൽസി ആർ നോട്ട് ഇൻ ഫോം. അതുകൊണ്ട് തന്നെ അവർ ബോൾ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്ന ഡിഫൻഡേഴ്സും അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്ന ഫുൾ ബാക്സും ഉള്ളപ്പോൾ കൗണ്ടർ അറ്റാക്കിംഗ് വന്നു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ദേ ലൂസ് ദ ബോൾ ഹിയർ ആൻഡ് വി നോ എംബൂമോ ആൻഡ് സെസ്കോ ഓർ കുനിയ ഈ ഒരു ഭാഗത്ത് മൾട്ടിപ്പിൾ അഗ്രസീവ് കൗണ്ടർ അറ്റാക്കിംഗ് റൺസ് നടത്താൻ പറ്റിയ പ്ലേയേഴ്സാണ്. അങ്ങനെ ബോൾ നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ ഡു, നമ്മളൊരൊറ്റ ലോങ് ബോളിൽ ഇവരുടെ ഡിഫൻസിൻ്റെ ബാക്കിൽ സ്പേസ് കണ്ടെത്തിക്കൊണ്ട് വി ക്യാൻ പുഷ് ദ ബോൾ ടു ദാറ്റ് അറ്റാക്കിംഗ് ഫൈനൽ തേർഡ്. എന്നിട്ട് നമുക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ അടിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു മിഡ്ഫീൽഡ് ഓവർലോഡ്, ഒരു ഡയമണ്ട് മിഡ്ഫീൽഡ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, ടാക്ടിക്കലി ക്യാരിക്ക് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ ഇതാണ് എൻ്റെ ടാക്ടിക്കൽ റെപ്രസെൻറ്റേഷൻ, എങ്ങനെ ചെൽസിനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടാക്ടിക്കൽ ബോർഡിൽ സംസാരിച്ച സംഭവം പോലെ തന്നെ നമ്മുടെ മിഡ്ഫീൽഡ് ഓവർലോഡ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ചെൽസിയുടെ ഒരു സ്ട്രോങ് ഏറിയ മിഡ്ഫീൽഡാണ്. അവരുടെ ഫാസ്റ്റ് ലെഗ്സ് ഉണ്ട് മിഡ്ഫീൽഡിൽ, അവർ അത്ലറ്റിക് ആണ് മിഡ്ഫീൽഡിൽ, ഫിസിക്കാലിറ്റി കാണിക്കുന്ന ടീമാണ് മിഡ്ഫീൽഡിൽ. അപ്പോൾ അത് നമുക്ക് മറികടക്കണമെങ്കിൽ ഞാൻ ആ ടാക്ടിക്കൽ ബോർഡിൽ പറഞ്ഞ സംഭവം ചെയ്യേണ്ടി വരും. ഇനി എക്സ് ഫാക്ടർ പ്ലെയേഴ്സാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ മാൻ യുണൈറ്റഡിന് എക്സ് ഫാക്ടറായിട്ട് മാറാൻ പോകുന്നൊരു പ്ലെയർ എംബൂമോ ആണ്. അത് ഞാൻ പറയാൻ കാരണം എല്ലാ ബിഗ് ഗെയിംസിലും എംബൂമോ ഗോൾ അടിക്കാറുണ്ട്. ഈവൻ ദോ കഴിഞ്ഞൊരു കുറച്ച് ഗെയിംസായിട്ട് എംബൂമോ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ഐ തിങ്ക് ഈ ഗെയിമിലോട്ട് വരുമ്പോൾ എംബൂമോ ഗോൾ അടിക്കും. എംബൂമോ ആയിരിക്കും നമ്മുടെ എക്സ് ഫാക്ടർ പ്ലെയർ എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ചെൽസിയുടെ എക്സ് ഫാക്ടർ പ്ലെയർ ഐ ഫീൽ ഇറ്റ് വിൽ ബി എൻസോ ഫെർണാണ്ടസ്. അത് പറയാൻ കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ എൻസോനെ സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം കൊണ്ട് തന്നെയാണ്. അപ്പോൾ എൻസോ വിൽ ബി വെരി ഈഗർ ടു പ്രൂവ് ടു ചെൽസി ഫാൻസ് ഞാനിവിടെ നിൽക്കാൻ പോകുന്ന പ്ലെയർ ആണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവൻ്റെ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻസോ ആ ഒരു ടൈപ്പ് പ്ലെയർ ആയി കഴിഞ്ഞാൽ ഹീ വിൽ ബിക്കം ദ എക്സ് ഫാക്ടർ ഫോർ ചെൽസി എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി എൻ്റെ സ്കോർ പ്രഡിക്ഷൻ, ഈ സ്കോർ ഞാൻ പറയാൻ കാരണം അതിനൊരു റീസൺ ഉണ്ട്. ഹിസ്റ്റോറിക്കലി ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ദ മോസ്റ്റ് ഡ്രോൺ മാച്ചസ് ഇൻ പ്രീമിയർ ലീഗ്. ഏറ്റവും കൂടുതൽ ഡ്രോ പിടിച്ചുള്ള കളികളിൽ ചെൽസി മാഞ്ചസ്റ്ററാണ്. അപ്പോൾ ഈ കളിയും എനിക്ക് തോന്നുന്നത് ഒരു ഡ്രോ ആയിരിക്കും. ഐ ഫീൽ ഇറ്റ് വിൽ ബി ലൈക്ക് 2-2 ഡ്രോ. ചിലപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ബാങ്ങർ ഫ്രം ചെൽസി ഓർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടാവും.
ചിലപ്പോൾ ഇത് ചെൽസി ജയിക്കുന്ന കളിയായിരിക്കും, അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുന്ന കളിയായിരിക്കും. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ വന്നുകൊണ്ട് ഈ കളി ഡ്രോ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ ഫൈറ്റ്. ആ ഒരു സംഭവം എനിക്ക് കാരിക്കിന് അണ്ടറിൽ വളരെ ഇമ്പ്രസീവാണ്. ഈ സീസൺ മുഴുവൻ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും കാരിക്കിന് അണ്ടറിൽ വി വിൽ കീപ് ഫൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ ചെൽസിയുടെ ഡിഫൻസ് കുറച്ച് പൂറാണ്. പിന്നെ അവരുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കുറച്ച് പൂറാണ്. പിന്നെ അവരുടെ ഒരു വൈബും ഇപ്പോൾ വളരെ പൂറാണ്. അതുകൊണ്ട് തന്നെ ഐ ഫീൽ ദിസ് വിൽ ബി എ ഡ്രോ മാച്ച്. ഈ കളികളിൽ ജയിക്കാൻ സാധ്യത ചെൽസി ആണെങ്കിലും ഐ ഫീൽ ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് എ ഡ്രോ മാച്ച്. ഒരു പോയിന്റ്സ് കിട്ടുന്നത് അറ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് അറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു സിറ്റുവേഷനിൽ വിൽ ബി പോസിറ്റീവ് ഫോർ മാഞ്ചസ്റ്റർ. ആ 7 പോയിന്റ്സ് ഗ്യാപ്പ് നിലനിർത്താൻ ഡ്രോ ആയാലും നമുക്ക് മതി. ആൻഡ് വി വിൽ ബി ഓക്കെ വിത്ത് ദാറ്റ്. അപ്പോൾ അതാണ് എൻ്റെ പ്രഡിക്ഷൻ 2-2. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് താഴെ കോമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് താഴെ കോമെൻറ്റ് ചെയ്യുക. ഹൗ ഡിസപ്പോയിൻറ്റഡ് ആർ യു ലെനി ഓറെ ഇഞ്ചേർഡ് ആയാലും, ഹൗ ഡിസപ്പോയിൻറ്റഡ് ആർ യു ഈ സീസൺ ഇങ്ങനെ പോകുന്നതിൽ. കാരണം ഇനി നമുക്ക് ഇഞ്ചുറീസ് വരാൻ പാടില്ല. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാം, റെസ്റ്റ് ഓഫ് ദ ഗെയിംസ് ഐ ഡോണ്ട് കെയർ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ജസ്റ്റ് ഗെറ്റ് ദ പോയിന്റ്സ്, ജസ്റ്റ് ഗെറ്റ് ടോപ്പ് 4. അടുത്ത സീസണിലോട്ട് ലെറ്റ്സ് ഹോപ്പ് നമുക്ക് നല്ലൊരു മാനേജർ ഉണ്ടാവും, നല്ലൊരു സ്ക്വാഡ് ഉണ്ടാവും എന്നുള്ളത്. ബിക്കോസ് വി നീഡ് എ ടാക്ടിക്കലി ബ്രില്യൻറ്റ് കോച്ച്, വി നീഡ് എ ടാക്ടിക്കലി ഫ്ലെക്സിബിൾ കോച്ച്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഈ കാരിക് ഗെയിമിക്ക് വർക്ക് ആവും എന്നുള്ളത്. സോ ലെറ്റ് മീ നോ ഇൻ യുവർ കോമൻറ്റ്സ്, ലെറ്റ് മീ നോ ഇൻ ദ വീഡിയോ യുവർ കോമൻറ്റ്സ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ. തീർച്ചയായിട്ടും മാച്ച് കഴിഞ്ഞിട്ട് കാണാം. വാച്ച് ലോങ് ചെയ്യുന്നില്ല, കാരണം ദിസ് വിൽ ബി അനദർ മിഡ് നൈറ്റ് ഹോറിബിൾ ഷോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ ദാറ്റ്. തീർച്ചയായിട്ടും മാച്ചിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാം. മാച്ച് കഴിഞ്ഞതിന് ശേഷം മാച്ച് റിയാക്ഷനിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും സി യു പീപ്പിൾസ്, ബൈ.